ഓരോരുത്തരുടെ ഓരോ വ്യക്തികളും ചെയ്യുന്ന പ്രവൃത്തിയുടെ പിന്നിൽ അവർക്ക് ചില സതുദ്ദേശങ്ങൾ കാണും എന്ന് ഞാൻ വിചാരിക്കുകയാണെങ്കിൽ എനിക്ക് അയാളോട് ദേഷ്യം തോന്നിയാൽ. ഉദാഹരണത്തിന്, നമ്മളൊക്കെ കുട്ടികളായിരുന്നപ്പം നമ്മുടെ പേരൻസ് നമ്മുടെ വഴക്ക് പറയും, ചിലപ്പോൾ തല്ലും തന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് സങ്കടം തോന്നും, അല്ലെങ്കിൽ ചിലപ്പോൾ ദേഷ്യം തോന്നും, അല്ലെങ്കിൽ വെറുപ്പ് തോന്നും. അതേസമയം ഈ പ്രിൻസിപ്പിൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, എൻ്റെ അപ്പൻ അല്ലെങ്കിൽ എൻ്റെ അമ്മ എന്നെ തല്ലിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ചില സതുദ്ദേശങ്ങളുണ്ട്. ഇപ്പം ആ അച്ഛൻ്റെ അമ്മയുടെ അപ്പൻ്റെ ഒക്കെ പ്രായം ആയ സ്ഥിതിക്ക് നമുക്കത് അറിയാം. നമ്മൾ നന്നാകാൻ വേണ്ടിയിട്ടാണ് അവർ നമ്മളെ തല്ലി വഴക്ക് പറഞ്ഞത്. എന്ന് പറഞ്ഞ പോലെ ഓരോ വ്യക്തികളും ചെയ്യുന്ന പ്രവൃത്തിയുടെ ഉദ്ദേശശുദ്ധി നമുക്കറിയത്തില്ല. അതുകൊണ്ട് നമ്മൾക്ക് പെട്ടെന്ന് നെഗറ്റീവ് വികാരങ്ങൾ വരുന്നു. അപ്പം നമ്മൾ ഓൾറെഡി ഇങ്ങനെ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ അങ്ങ് സ്ഥാപിച്ചെന്ന് വെച്ചു, ആരെന്ത് ചെയ്താലും അവർക്ക് ചില നല്ല നല്ല ഉദ്ദേശങ്ങളുണ്ട്. അത് എനിക്ക് വേണ്ടിയിട്ടായിരിക്കണം നിർബന്ധമില്ല, ആർക്കെങ്കിലും വേണ്ടിയിട്ടായിക്കോട്ടെ. അപ്പോൾ അവർക്കൊരു നല്ല ഗുണം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ അവർ ചെയ്തത്. അപ്പം നമ്മുടെ എല്ലാം ജീവിതത്തിന്റെ ലക്ഷ്യം എന്നാന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് ഉപകാരം കൂടെ ചെയ്യാന്നുള്ളതാണല്ലോ. അപ്പം ഞാൻ കാരണം അയാൾക്കൊരു ഒരു ഹെൽപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഒരു നല്ല കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യമല്ലേ. എനിക്ക് ഒരു പക്ഷേ ഹാനികരമായിരിക്കും. അപ്പം അങ്ങനെ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ കിടക്കുകയാണെങ്കിൽ ഒത്തിരി നല്ല കാര്യമാണ്. നമുക്ക് ഈ പറഞ്ഞ ദേഷ്യ സങ്കടം പേടിയൊന്നും വരത്തില്ല. ഇപ്പം ഇവിടെ ഷെയർ ചെയ്തപ്പോൾ ഒരാൾ പറയുകയുണ്ടായി, എനിക്ക് ഒത്തിരി നെഗറ്റീവ് അനുഭവങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ഞാനത് അങ്ങനെ അങ്ങ് വിചാരിക്കുന്നത്? ഓരോ വ്യക്തികൾക്കും കിട്ടുന്ന ചില നെഗറ്റീവ് എക്സ്പീരിയൻസിങ് വളരെ കട്ടിയായിട്ടുള്ളതായിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ സ്വന്തക്കാരെ, ഭർത്താവിൻ്റെയോ മക്കളുടെയൊക്കെ ചീത്ത പറിച്ചിലോ അല്ലെങ്കിൽ നമ്മുടെ വഞ്ചിക്കുകയോ അല്ലെങ്കിൽ മോശമായിട്ട് പെരുമാറുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത രീതിയിൽ കൂടെയൊക്കെയാണ്. അപ്പം അതിൻ്റെ ഉത്തരം ഇത്രയേ ഉള്ളൂ: ഒരു ചിന്ത, എന്ത് ചിന്ത എങ്ങനെ ആയിക്കോട്ടെ, അത് ഇതിപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. സാധാരണഗതിയിൽ ചിന്തകളെല്ലാം നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വന്നുകൊണ്ടിരിക്കുക, അതെല്ലാം എളുപ്പമുള്ള ചിന്തകളാണ്. പക്ഷെ ഇങ്ങനെ അയാൾ എന്നെ ഉപദ്രവിച്ചു, പ്രത്യക്ഷമായിട്ടും 4 പേരുടെ മുമ്പിൽ വെച്ച് എന്നെ ഉപദ്രവിച്ചു, കളിയാക്കി, അല്ലെങ്കിൽ എന്നെ തല്ലി, എന്നെ കണ്ടമാനം മോശമാക്കി സംസാരിച്ചു, കഠിനമായ രീതിയിൽ നമ്മളെ ഉപദ്രവിച്ചു കഴിഞ്ഞിട്ട് ദർ ഈസ് എ പോസിറ്റീവ് ഇന്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ അംഗീകരിക്കാൻ? അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്തുകൊണ്ട് എളുപ്പമുള്ള കാര്യമല്ല? കാരണം നമ്മളിത് പറയുന്നത് മുഴുവൻ കോൺഷ്യസ് മൈൻഡിലാണ് പറയുന്നത്, പൂർണ്ണമായ അറിവോടുകൂടിയാണ് പറയുന്നത്. അപ്പൊ ബോധതലത്തിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ബോധതലത്തിൽ കിടക്കും. അത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ചെന്നെങ്കിൽ മാത്രമേ നമ്മൾക്കത് അംഗീകരിക്കാൻ പറ്റൂ. അപ്പൊ ഈ പറഞ്ഞ കാര്യം, ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങൾ, ഇതെല്ലാം ബോധതലത്തിൽ നിങ്ങൾ കേൾക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. പക്ഷെ അതുകൊണ്ട് അതൊരു വലിയ കാര്യമല്ല, അംഗീകരിക്കാൻ പറ്റില്ല, അത്ര തന്നെ. കൊച്ചു കൊച്ചു കാര്യം പോലും നമുക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല. ഒരാൾ നമ്മുടെ അങ്ങ് വഴി കൂടെ പോയി കഴിയുമ്പം നമ്മളെ ഒന്ന് കളിയാക്കി അല്ലെങ്കിൽ ഒന്ന് നോക്കി, ആ ഒരൊറ്റ നോട്ടം കൊണ്ട് തന്നെ അമ്പടാ അല്ലെങ്കിൽ അമ്പടി, അവിടെ ആ നോട്ടം കണ്ടില്ലേ, അത് ഇനിയെ കളിയാക്കിയിട്ടുള്ള നോട്ടമാണ്. അതൊന്ന് ക്ഷമിക്കാൻ പറഞ്ഞാൽ നമുക്ക് പറ്റുമോ? പിന്നെ വേറെ വലിയ കാര്യം പറയേണ്ട ആവശ്യമില്ല. ക്ഷമിക്കാന്ന് പറഞ്ഞു ഞാൻ ഇത്രയേ ഉള്ളൂ. ആ, അയാള് ഇങ്ങനെ പറഞ്ഞപ്പോൾ അയാൾക്കൊരു സന്തോഷം കിട്ടിക്കോട്ടെ എന്ന് വിചാരിക്കാനാ പറഞ്ഞത്. അത് പറ്റുമോ നമുക്ക്? കൊച്ചു കാര്യമല്ലേ. അപ്പൊ ക്രിയേറ്റിംഗ് എ ന്യൂ തോട്ട് എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത്ര എളുപ്പമില്ല, ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. നിരന്തരം അതിന് ശ്രമിച്ചെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അതായത് അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എത്തണം എന്നുണ്ടെങ്കിൽ ആ ചിന്ത നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ കൊണ്ടുവരണം. അംഗീകരിക്കേണ്ട ആവശ്യമില്ല, കൊണ്ടുവന്നാൽ മതി. കീപ്പ് ഓൺ മെയിൻറ്റെയിനിങ് ദ തോട്ട് ഇൻ ദ കോൺഷ്യസ് മൈൻഡ്.
അങ്ങനെ അവിടെ ഇരുന്നിരുന്നിരുന്ന് കോൺഷ്യസ് മൈൻഡ് നിറഞ്ഞു കഴിയുമ്പം പിന്നെ ഇടയില്ലാണ്ട് വരുമ്പോൾ ഇതിനെ തള്ളി നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇടും. അങ്ങനെ മാത്രമേ ഇത് നമ്മുടെ സ്വന്തമായിട്ട് വരുവുള്ളൂ. ഇല്ലെങ്കിൽ തോമസ് സാറ് പറഞ്ഞ സാധനമല്ലേ, അതെങ്ങനെയാ തലയിൽ കയറി കിടക്കുന്നത്? പുള്ളിക്ക് പറ്റും. പുള്ളിക്കിടെ വീട്ടിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. മക്കളൊക്കെ ഒരു വഴിക്ക് പോയി, ഭാര്യയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല, പിന്നെ ആവശ്യത്തിന് പൈസയൊക്കെ ഉണ്ട്, പിന്നെ അദ്ദേഹത്തിന് ഒരു ജെന്റിൽമാൻ ആയതിൻ്റെ പേരിൽ പുള്ളിയുടെ തലയിലൊന്നും ആര് മേക്കെട്ട് കയറി വരികയൊന്നുമില്ല. ഇപ്പൊ തോമസ് സാറിന് പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നേ, ഇല്ലേ? ഈ ലോകത്തിൽ ആർക്കാ പ്രശ്നമില്ലാത്തത്? ഇന്ത്യൻ പ്രസിഡന്റിന് ഒരേ പ്രശ്നങ്ങളുണ്ട്, പ്രൈം മിനിസ്റ്റർക്ക് ഒരേ പ്രശ്നങ്ങളുണ്ട്. എത്ര പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ. ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ദ മോസ്റ്റ് പവർഫുൾ പേഴ്സൺ ഇൻ ദ വേൾഡ്. പുള്ളിക്ക് എന്തേരം പ്രശ്നങ്ങളുണ്ട്. ഈസ് ഗെറ്റിംഗ് ഒഫൻഡഡ് എവറി ഡേ, എവറി അവർ, എവറി മിനിറ്റ്. പുള്ളിന് ഈ ട്രോൾ ഉണ്ടാക്കുന്ന മുഴുവൻ ഇവർക്ക് എതിരായിട്ടല്ലേ. ഇപ്പൊ നമ്മുടെ മേലെ ഒരു ട്രോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ സഹിക്കുവോ? എന്തൊക്കെയാ കഥയാ ഉണ്ടാക്കി വിടുന്നത്. മന അതൊക്കെ അവർ മനഃപൂർവ്വം ഉണ്ടാക്കുന്നതായിരിക്കും. പക്ഷേ പല ഒത്തിരി ആൾക്കാരത് വിശ്വസിക്കും. അപ്പോ വിചാരിക്കുന്ന പോലെയല്ല, എല്ലാവർക്കും ഇത് കിട്ടുന്നുണ്ട്. ഓരോരുത്തരും വിചാരിച്ചുകൊണ്ടിരിക്കും എനിക്ക് ഇൻസൾട്ട് കിട്ടി, അതാണ് ലോകത്തിലെ ഏറ്റവും വലുതെന്ന് വരും. ഇതിനെപ്പറ്റി ഒരു കഥ പറയാറുണ്ട്. ഏതോ ഒരു ആ കഥയുടെ ബാക്ക്ഗ്രൗണ്ടിലേക്കൊന്നും പോകണ്ട. ഒരു ചേടത്തി എന്ന് പറഞ്ഞാൽ പ്രായമുള്ളൊരു സ്ത്രീ പള്ളിയിൽ പോയി എന്നും പ്രാർത്ഥിക്കും. ഞാൻ ഈ പള്ളിയിലെ കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ ഞാനൊരു പള്ളിയിൽ പോയിട്ടുള്ള ആളാണ്, അല്ല പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ്, ക്രിസ്ത്യാനിയാണ്. അതുകൊണ്ട് ഒത്തിരി കഥകളും കണക്റ്റഡ് വിത്ത് ചർച്ച ആയിരിക്കും. അപ്പൊ പള്ളിയിൽ ചെന്നിട്ട് പ്രാർത്ഥിച്ചും, ദൈവമേ എൻ്റെ ഈ കുരിശൊന്ന് ഇറക്കി വെക്കണേ, ഒന്ന് മാറ്റി തരണേ എന്ന് പ്രാർത്ഥിക്കും. അപ്പൊ തമ്പുരാൻ കർത്താവ് കേട്ട് കേട്ട് മടുത്തു. ഒരു ദിവസം ചേട്ടത്തിയോട് വന്ന് പറഞ്ഞു, ചേട്ടത്തി ഒരു കാര്യം ചെയ്യാം, എൻ്റെ കൂടെ പോരെ, ഞാൻ വേറൊരു കുരിശ് തരാമെന്ന് പറയും. അങ്ങനെ ചേട്ടത്തിനെ കൂട്ടിക്കൊണ്ട് പോയി. എങ്ങോട്ടാ? തമ്പുരാൻ കർത്താവ് ഇരിക്കുന്ന സ്ഥലം അറിയാലോ എവിടെയെന്ന്. അവിടെ ചെന്നപ്പോൾ ഒരു സൈഡിൽ ഇങ്ങനെ കുറേ കുരിശുകൾ അടുക്കിടുക്കി. ഈ മലയാറ്റൂര് മലയുടെ മുകളിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ കുറേ കുരിശുകൾ കാണാം, എടുത്താൽ പൊങ്ങാത്ത കുരിശൊക്കെ. അതുപോലത്തെ കുറേ വലിയ കുരിശുകളെല്ലാം അടുക്കി വെച്ചിട്ടുണ്ട്. അയാളോട് പറഞ്ഞു, മറിയാമ്മ ചേട്ടത്തി ഒരു കാര്യം ചെയ്യാം. പുള്ളിയുടെ പേര് മറിയാമ്മ ചേട്ടത്തിയായിരുന്നു. ഞാനത് മനഃപൂർവ്വം പറയാണ്ടിരുന്നു, പക്ഷേ പറഞ്ഞപ്പോൾ അങ്ങ് വന്നുപോയി. ഓക്കെ, മറിയാമ്മ ചേട്ടത്തി ഒരു കാര്യം ചെയ്തില്ല, ഏറ്റവും ചെറിയ കുരിശ് നോക്കി എടുത്തോളാൻ പറഞ്ഞു. പുള്ളിക്കാരി നോക്കുമ്പോൾ ഒരു കുഞ്ഞു കുരിശുവരുടെ ഒരു മൂലയിരിപ്പുണ്ട്. വേറെ ആരും എടുക്കുന്ന നമ്മൾ ഓട്ടിച്ചെന്ന് എടുത്ത് കൈക്കലാക്കി. നേരം കർത്താവ് പറഞ്ഞു, അല്ല ദൈവം പറഞ്ഞു, എടി പെണ്ണെ, ഇത് തന്നെ എൻ്റെ കുരിശെന്ന് പറഞ്ഞു. ഇങ്ങനെയുണ്ട് കഥ. എങ്ങനെയുണ്ട്? ഇത്ര കാര്യമുള്ളൂ. നമ്മളെല്ലാവരും വിചാരിച്ചോണ്ടിരിക്കുന്നത് എൻ്റെ കുരിശ ഏറ്റവും വലുതെന്നുള്ളതാണ്. കാരണം നമ്മൾ അതിൽ കൂടെ കടന്നു പോകുന്നില്ലല്ലോ, മറ്റുള്ളവരുടെ കുരിശിൽ കൂടെ കടന്നു പോകുന്നില്ലോ. എൻ്റെ അടുത്താണേലും ഈ കൗൺസിലിംഗ് ആൾക്കാർ വരുമ്പം വീട്ടിലെ ആൾക്കാർ അല്ലെങ്കിൽ ഇവിടെ വരുന്ന സ്റ്റാഫൊക്കെ പറയും, അയ്യോ ഇവരൊക്കെ കാറേൽ, എയർ കണ്ടീഷൻ ചെയ്ത കാറേൽ, മോട്ടോർ ബൈക്കിലൊക്കെ കെട്ടിപ്പിടിച്ച് വരുന്നവര് എന്ത് പ്രശ്നമായിട്ടാണ് സാറിനെ കാണാൻ വരുന്നത് ചോദിക്കും. കാഴ്ചപ്പാടിൽ ആർക്കും പ്രശ്നങ്ങളൊന്നുമില്ല, ഇല്ലേ? നിങ്ങൾ ഈ ഇരിക്കുന്നവർക്കൊക്കെ അറിയാം നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന്. നാട്ടുകാരോട് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത ആൾക്കാരോട് അവർക്കൊന്നും നിങ്ങൾക്ക് ഒരു പ്രശ്നമുള്ളതായിട്ട് തോന്നിയില്ല. പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ഇതുപോലത്തെ ചിന്തകൾ വരുത്തി കഴിഞ്ഞാൽ അതിന്റെ പേരാണ്, നമ്മൾ നാടൻ ഭാഷ പറയുന്ന പേരാണ് ക്ഷമ. അപ്പൊ ക്ഷമ എന്നുള്ള വാക്ക് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓടും. ഈ കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരണ്ടെന്ന് പറയും. പക്ഷെ അതിന് പകരമാണ് നമ്മൾ പറയുന്നത്, ഇങ്ങനെ ഒന്ന് വിചാരിച്ച് നോക്കിക്കേ, ക്ഷമിക്കണ്ട, ഇങ്ങനെ വിചാരിച്ചാൽ മതി. അയാൾക്ക് ചില ഉദ്ദേശങ്ങളെ കാണുമായിരിക്കും, സദുദ്ദേശങ്ങളെ കാണുമായിരിക്കും. അപ്പൊ പിന്നെ അയാൾക്കൊരു ഗുണം കിട്ടുന്നതാണ്. പിന്നെ ഞാനെന്തിനകത്ത് ഇടപെടാൻ പോകുന്ന? വിട്ടേക്കാം, ടേക്ക് ഇറ്റ് ഈസി, ഇല്ലേ? ഇതാണ് ലെറ്റ് ഗോ എന്ന് പറയുന്നത്. ഇതെങ്ങനെ പൊക്കോട്ടെ, ഞാനായിട്ട് ഉടക്കാനൊന്നും പോകണ്ട. പിന്നെ ഈ ചിലരുടെ വിശ്വാസം വെച്ച് ഇങ്ങനെ ചിലതൊക്കെ വിട്ടുവീഴ്ച ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ 100 ഇരട്ടി അല്ലെങ്കിൽ 1000 ഇരട്ടി സമ്മാനം മുകളിൽ കിട്ടുമെന്നൊക്കെ ചില വിശ്വാസങ്ങളുണ്ട്. അപ്പൊ പിന്നെ അതങ്ങ് മേടിച്ചെടുത്താൽ പോരെ? ഈ 60 അല്ലെങ്കിൽ 70 അല്ലെങ്കിൽ 90 വയസ്സ് വരെ ഇവിടെ എങ്ങനെയെങ്കിലുമൊക്കെ തല്ലിക്കൂട്ടി പോയിട്ട്
പിന്നെ വലിയ നീണ്ട ജീവിതമല്ലേ ഇവിടെ കിട്ടാൻ പോകുന്നത്. അവിടെ വലിയ സമ്മാനം കിട്ടുകയാണെങ്കിൽ അതെല്ലാം മേടിക്കേണ്ടത്. ആ വിശ്വാസമുള്ളവരുടെ കാര്യം കേട്ടോ പറഞ്ഞു. ഞാൻ അതുകൊണ്ട് ആ വിശ്വാസത്തെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല. അങ്ങനെ വിശ്വാസമുള്ള ഇവിടെ എല്ലാ തരത്തിലുള്ള ആൾക്കാരും വരും. വിശ്വാസികളും വരും, അവിശ്വാസികളും വരും. അപ്പൊ എല്ലാവർക്കും ഗുണകരമായിട്ടുള്ള കാര്യം നമ്മൾ പറയുന്നത്. ഓരോരുത്തരും അവരുടെ വിശ്വാസം അനുസരിച്ചെടുക്കുക. വിശ്വാസം ഇല്ലാത്തവരുടെ അവരുടെ രീതി കൂടെ അവർ ചിന്തിച്ചെടുക്കുക. പക്ഷെ ചിന്ത എന്ന് പറയുന്നത് അത് വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചിന്തിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കി. അപ്പൊ ഞാൻ ഈ ക്ലാസ് തീരുമ്പോൾ ഞാൻ സാധാരണ പറയാറുണ്ട്, NLP എന്ന് പറയുന്നതിന്റെ സമ്മറി എന്ന് പറയുന്ന ഒരു സെന്റൻസ് പറയാൻ പറ്റും: തിങ്ക് ഇൻ സച്ച് എ വേ ദാറ്റ് യു ബിക്കം ഹാപ്പി. അത്രയേ ഉള്ളൂ. നിനക്ക് ഹാപ്പിനെസ് കിട്ടുന്ന രീതി കൂടെ നീ ചിന്തിച്ചാൽ മതി. അത്രയേ ഉള്ളൂ. അത്ര ഷോർട്ടാണ്. ഇത്ര വിശാലമായ ഈ NLP എന്ന് പറഞ്ഞ സാധനത്തിന്റെ ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള സാധനമാണ്. ഇത്രയേ ഉള്ളൂ. പക്ഷെ ഇത്രയേ ഉള്ള സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ BP-യുടെ ഒക്കെ മരുന്ന്, അല്ലെ ഈ ഹാർട്ട് അസുഖത്തിനൊക്കെയുള്ള ഗുളിക കഴിക്കുന്ന ചില ആൾക്കാർ പറയും, സാറേ ഒരു കുഞ്ഞു ഗുളിക കഴിക്കുന്നതെന്ന് പറയും. പക്ഷെ ആ സാധനം എന്നാ സാധനമാണെന്നറിയാവോ? നമ്മൾ നോക്കുമ്പോൾ ചെറുതാ. ആ ഒരു സാധനത്തിന്റെ കുറവുകൊണ്ട് ചിലപ്പം നമുക്കറിയാമല്ലോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചെന്ന് വരുമായിരിക്കും. വലിയ തലവേദന വന്നു കഴിയുമ്പോൾ ആ ഒരു കുഞ്ഞു ഗുളിക മതി എന്ന് പറഞ്ഞ പോലെ ചിന്ത എന്ന ഈ ക്ലാസിന്റെ സമ്മറി എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. കേട്ട് കഴിയുമ്പോൾ അയ്യോ വളരെ സിമ്പിൾ ആണെന്ന് പറയും. എന്നാൽ ഞാൻ പറയും, ഞാൻ ഇപ്പോൾ വെല്ലുവിളിക്കുന്നു, ഇപ്പൊ തന്നെ ഒരു ചിന്ത നിനക്ക് കൊണ്ടുവരാൻ പറ്റുമോ? എന്താണ് നിന്റെ പ്രശ്നം? എന്റെ പ്രശ്നം എന്റെ ഭർത്താവ് തല്ലുന്നു, അല്ലെങ്കിൽ ചീത്ത പറയുന്നു. ഒരു കാര്യം ചെയ്യ്, അങ്ങേർക്ക് ബോധമില്ലാഞ്ഞിട്ട് ചെയ്യുന്നതാണെന്ന് വിചാരിച്ച്. ഓ, അങ്ങനെ എന്തിനാ ഞാൻ വിചാരിക്കുന്നത്? കുഞ്ഞു ചിന്തയല്ലേ. എത്രയോ ആൾക്കാർ ബോധമില്ലാത്ത ആൾക്കാരുണ്ട്. ആ മനുഷ്യനും ബോധമില്ലെന്നങ്ങ് വിചാരിച്ചാൽ മതി. അല്ലെങ്കിൽ ഈ കാര്യം പറഞ്ഞ സമയത്ത് അയാളുടെ ബോധം പോയി എന്നങ്ങ് വിചാരിച്ച്. എന്തുകൊണ്ട് വിചാരിക്കാൻ പറ്റുന്നില്ല? കാരണം അത് എന്നെ തൊടുന്നുണ്ട്. അത്രയേ ഉള്ളൂ. എനിക്ക് ശേഷം പ്രളയം എന്നുള്ള വാക്ക് കിട്ടിയിട്ടില്ലേ? ബാക്കിയുള്ളവരുടെ പ്രശ്നങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് തീർക്കാവുന്ന എന്റെ പ്രശ്നം. ഓരോ ആൾക്കാരൊക്കെ മരിച്ചു കഴിയുമ്പോൾ ആൾക്കാർ പറയും, ഓ അത് പ്രായമായിട്ട് മരിച്ചതല്ലേ, ടേക്ക് ഇറ്റ് ഈസി എന്ന് പറയും. 85-90 വയസ്സായിട്ട് അപ്പം മരിച്ചു കഴിഞ്ഞാലും ചില പുരുഷന്മാരും സ്ത്രീകളൊക്കെ ജീവിതകാലം മുഴുവൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറയാം, അയ്യോ 90 വയസ്സായ ആളല്ലേ, അത് പിന്നെ മരിക്കാതെ ഇങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന് ചോദിക്കും. പക്ഷെ സാറിന് അത് പറയാം. പക്ഷെ എനിക്ക് എൻ്റെ എന്നെ എന്തുമാത്രം താലോലിച്ച് വളർത്തിയാന്നുള്ളൊരു അപ്പം മരിക്കാൻ പാടില്ല. അപ്പൊ ഞാൻ പറയും, നീ ഒരു കാര്യം അവിടെ ഇരിക്കുക, ബ്രീത്ത് ചെയ്യുക, ഒന്ന് റിലാക്സ് ചെയ്യുക, കണ്ണടയ്ക്ക്. ഈ മരിച്ചു പോയ അപ്പൻ നിന്റെ മുമ്പിൽ കിടപ്പുണ്ട്. എല്ലാവരും വിചാരിച്ചു നിങ്ങളുടെ അപ്പം ആരെങ്കിലും ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ മുമ്പിൽ കണ്ണടച്ച്, ശവം എന്നുള്ള വാക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നല്ലേ? സ്വന്തം അപ്പൻ അല്ലെങ്കിൽ സ്വന്തം ചേട്ടനും ചേട്ടത്തിയൊക്കെ ശവമായി എന്ന് പറയുന്ന ആൾക്കൂടല്ലേ. അതായത് കോർ, ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിച്ച ആർക്കും കുഴപ്പമില്ല, കോർ അല്ലേ. ഡെഡ് ഡെഡ് ബോഡി എന്ന് പറഞ്ഞാലും വലിയ കുഴപ്പമില്ല. പക്ഷെ ശവം എന്ന് പറഞ്ഞ വലിയ പാടാണ്. ജീവൻ പോയ സാധനത്തിന്റെ പേര് ശവം എന്നാണ്. അതങ്ങ് അംഗീകരിക്കുക ആദ്യം. ഓക്കെ, ഡെഡ് ബോഡി മുമ്പിൽ കിടക്കുന്നു, നിങ്ങൾ കരയാണ്, കരഞ്ഞുകൊണ്ടിരിക്കുക. എത്ര ദിവസം കരയും? 1 ദിവസം, 2 ദിവസം. അത് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഇതിൽ കൂടെ പുഴുവെല്ലാം കൂടെ വന്നിട്ട് നമ്മുടെ മേത്തേട്ട് കയറാൻ തുടങ്ങി. അപ്പൊ നിങ്ങൾ പറയും, ഓ ഈ ശവത്തിന് എവിടെയെങ്കിലും കൊണ്ട് കുഴിച്ചിടാൻ പറയും. അപ്പൊ ഈ പറഞ്ഞ വളരെ ഡിയറായിട്ടിരിക്കുന്ന മനുഷ്യൻ, നിങ്ങളുടെ ചേട്ടൻ, നിങ്ങളുടെ അപ്പൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും ആയിക്കോട്ടെ, അത് ഇതായി മാറി. ഇതിനെ എവിടെയെങ്കിലും കൊണ്ടേ കുഴിച്ചിട്. എന്റെ അപ്പനെ കുഴിച്ചിടാൻ എന്തെങ്കിലും പറയാത്ത, അതിനുള്ള തൻ്റെ എന്തെങ്കിലും വരാത്തത്? ഇതാണ് അക്സെപ്റ്റിംഗ് ദ റിയാലിറ്റി ആസ് ഇറ്റ് ഈസ് എന്ന് പറയുന്നത്. നമ്മൾ ഏത് നിമിഷം ആദ്യം റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുന്നു, ആ സമയം നിങ്ങൾ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഇങ്ങനെ കുഴി വീണ് കിടക്കും. എന്നെ രക്ഷിക്ക്, എന്നെ രക്ഷിക്ക്, എനിക്ക് സങ്കടം വരുന്നു, എനിക്ക് പേടി വരുന്നു എന്നും പറഞ്ഞുകൊണ്ട് കിടക്കും. ഇതിൻ്റെ അകത്തുനിന്നെല്ലാം കരകണാനുള്ള ഏക മാർഗം ഇത്രയുള്ള അക്സെപ്റ്റ് റിയാലിറ്റി. പോക്കറ്റിൽ നിന്ന് ഇപ്പൊ ആരെങ്കിലും 10,000 രൂപ, പോക്കറ്റ് 10,000 രൂപ വെക്കാൻ പറ്റിയല്ലോ, അല്ലെ 10,000 രൂപ ചെക്കാന്ന് കൂട്ടിക്കും, എന്തെങ്കിലും ആയിക്കോട്ടെ. നിങ്ങളുടെ അല്ലെങ്കിൽ 1,000 രൂപ ആരെങ്കിലും അടിച്ചു മാറ്റി പോക്കറ്റ് അടിച്ചു.
പോക്കറ്റ് അടിച്ചു എന്നുള്ളത് അറിയുന്നില്ല, ഒരു കുഴപ്പമില്ല. കാശ് പോയി, ഒരു കുഴപ്പമില്ല. പക്ഷെ അറിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് സങ്കടം വരും, ദേഷ്യം വരും. ഇപ്പൊ എവിടെയായിരിക്കുന്ന നഷ്ടം? നഷ്ടം ഇരിക്കുന്ന മനസ്സിലാണ്. അപ്പൊ നമ്മൾ ഡീൽ ചെയ്യേണ്ട മനസ്സിലല്ലേ, പോക്കറ്റിലല്ലല്ലോ. എല്ലാത്തിൻ്റെ കാര്യം മനസ്സിലാ കിടക്കുന്നത്. അതുകൊണ്ടാ പറഞ്ഞേ, ഈ ചിന്തനെ നീ നിന്റെ മനസ്സിൽ കയറ്റി വെയ്യ. അവർക്ക് അവരുടെ ആ പ്രവൃത്തി അവരങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ചില സതുദ്ദേശങ്ങളൊക്കെ ഉണ്ട്. അത് എന്ത് പ്രവൃത്തിയെങ്കിലും ആയിക്കോട്ടെ, അത് അംഗീകരിച്ചേ പറ്റുള്ളൂ. അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഈ അംഗീകരിച്ച ആള് രക്ഷപ്പെട്ടു എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. നിങ്ങൾ എത്ര സമയം വൈകുന്നു അത്രയും കാലം നിങ്ങൾ അനുഭവിച്ചോടി. ഇറ്റ് ഈസ് കോൾഡ് സഫറിങ്. അപ്പൊ ഈ സഫറിങ് എന്ന് പറഞ്ഞ സംഗതി ആരാ ഉണ്ടാക്കിയത്? ഈ ദുരിതം ആരാ ഉണ്ടാക്കിയത്? ഞാൻ തന്നെ. എൻ്റെ ദുരിതത്തിന്റെ ഉത്തരവാദി പൂർണ്ണമായിട്ട് ഞാനാണ്, വേറെ ആരും അല്ല. ആൾക്കാർ ഇങ്ങനെ പല പ്രവൃത്തികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. യു കനോട്ട് ചേഞ്ച് ദം. മോഷ്ടിക്കാൻ വരുന്ന മോഷ്ടാവിനെ നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റുമോ? ഈ മോഷ്ടാവിനെ നിങ്ങൾ പിടിച്ച് ജയിലിൽ ഇട്ട് കഴിഞ്ഞാൽ തന്നെ, അല്ലെങ്കിൽ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചാൽ തന്നെ വേറൊരു മോഷ്ടാവ് ഇപ്പോൾ വരും. ഒരു ഉറുമ്പ് കടിച്ചു, ആ ഉറുമ്പിനെ നിങ്ങൾ ചവിട്ടി കൊന്നത് കൂട്ടിക്കോ, വേറൊരു ഉറുമ്പ് വരും. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കൊതുക്, ഒരു കൊതുക് അടിച്ചു കഴിഞ്ഞിട്ട് അതിനകത്ത് കൊന്നിട്ട് തന്നെ കളിക്കുന്നത്, പിന്നെ കൊതുക് വരും. അപ്പൊ നിങ്ങളവിടെ മോസ്കിറ്റോ നെറ്റ് ഇടുക എന്നുള്ളതാണ്. അത്രയേ ഉള്ളൂ. ഈ മോസ്കിറ്റോ നെറ്റ് എന്ന് പറഞ്ഞ സാധനമാണ് ഈ പറഞ്ഞ ചിന്തകൾ. ദിസ് തോട്ട്സ് ആർ പ്രൊട്ടക്റ്റിംഗ്. നമ്മളെ രക്ഷിക്കുന്ന മുഴുവൻ നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞു വരുന്ന ചിന്തകളാണ്. അത് ചുമ്മാ വരത്തില്ല. ചുമ്മാ വരുന്നതാണ് ഈ ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞ സാധനം. അത് ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനമാണ്. അത് ഇങ്ങനെ വന്നാൽ നമ്മളെയും കൊണ്ട് പോകും. മറ്റേ സാധനം നമ്മൾ ഇരുന്ന് മെനക്കെട്ട് ഉണ്ടാക്കണം. ചിന്തകളെ ജനിപ്പിക്കണം, ക്രിയേറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മളെ രക്ഷപ്പെടൂ. അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പോകും. നമ്മളെ നശിപ്പിക്കുന്ന മുഴുവൻ നമ്മുടെ ചിന്തകളാണ്. അത് ഫ്രീ ആയിട്ട് വരുന്നതാണ്. ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് എന്ത് കിട്ടിക്കഴിഞ്ഞാലും അത് നമുക്ക് ശരിയല്ല കേട്ടോ. അത് ആദ്യം ഓർത്ത്, നമ്മൾ എവിടെയെങ്കിലും ഫ്രീ എന്നുള്ളത് കണ്ടാൽ നമ്മൾ ഓടിച്ചെല്ലും അങ്ങോട്ട്. ചില കാലഘട്ടത്തിലൊക്കെ കാണാൻ വരും ഓരോ സൂപ്പർ മാർക്കറ്റിലൂടെ ഫ്രീ ഫ്രീ, ഒന്നെടുത്താൽ 4 ഫ്രീ. അവനവിടെ ചിലവാകാണ്ടിരിക്കുന്ന സാധനം നിങ്ങൾക്ക് തരാൻ പോകണം. നിങ്ങൾക്ക് ആകെ ഒന്ന് മതി. പിന്നെ ബാക്കി 3 കൊണ്ട് എന്ത് പ്രയോജനം നിങ്ങൾക്ക്? മറ്റവർക്ക് ഒരു ഗുണം കിട്ടി, ഈ സാധനം അവിടെ നിന്ന് മാറ്റി കിട്ടി, അത്രയേ ഉള്ളൂ. ഔട്ട്ഡേറ്റഡ് ആകാൻ പോകുന്ന സാധനമായിരിക്കും ഒന്നത്. രണ്ടാമത് അവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇപ്പൊ കൂടുതൽ സ്റ്റോക്ക് ചെയ്യാനുള്ള ഇട കാണിയാണ്. അതാണ് പോസിറ്റീവ് ഇന്റൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ അവന് നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നുണ്ടെങ്കിൽ there is a പോസിറ്റീവ് ഇന്റൻഷൻ ഫോർ ഹിം. അവിടുത്തെ പണിക്കാർക്ക് പണി കിട്ടി, കീപ്പ് ചെയ്യാനുള്ള സ്ഥലം കിട്ടി. പണ്ടൊക്കെ ഓരോ രാജ്യത്തു നിന്നൊക്കെ അരിയും ഗോതമ്പും പാലും ഒക്കെ ഇങ്ങോട്ട് വരുമായിരുന്നല്ലോ. എന്തുകൊണ്ടാ? അവിടെ ഇങ്ങനെ കുന്നുകൂടി വന്നിരിക്കുക. കാരണം അത് കത്തിച്ച് കളയണമെങ്കിൽ തന്നെ കാശ് കൊടുക്കണം. അപ്പൊ ഈ സാധനം ഫ്രീ ആയിട്ട് നമ്മുടെ കയറ്റിക്കൊണ്ട് പോകാൻ ആൾക്കാരുണ്ട്. ഇങ്ങനെ 100,000 ഉദാഹരണങ്ങളുണ്ട്. അപ്പോ നമ്മള് ഈ ചിന്ത വന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. വരില്ല, വരാൻ വലിയ പാടാ. ഇപ്പൊ ഒരാൾ പറഞ്ഞു, ഇപ്പൊ 2 പേര് പറഞ്ഞ പോലെ വരാൻ വലിയ പാടാ. അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ചിന്ത നമുക്ക് തോന്നുമ്പോൾ ദേഷ്യമൊക്കെ തോന്നി, അല്ലെങ്കിൽ സങ്കടമൊക്കെ തോന്നി കുടിക്കും. എന്നാലും ബലമായിട്ട് ഈ ചിന്ത വരുത്തുക. ഈ ചിന്തയിൽ എപ്പോഴും ചിന്ത വരുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് വരും. ചിന്ത വരുമ്പോൾ നമുക്ക് ദേഷ്യം വരും. എന്തൊരു ചിന്തയാ ഇത്! സാറ് ചുമ്മാ വേണ്ടാതിനെ പഠിപ്പിച്ചാണ്, എനിക്ക് ബുദ്ധിമുട്ടാന്നൊക്കെ പറയും. അപ്പൊ ആ ബുദ്ധിമുട്ട് സഹിച്ചോണ്ട് ഇല്ലേ പറയാറില്ലേ, ദർ ഇസ് നോ ഗെയിൻ വിത്തൗട്ട് പെയിൻ. അപ്പൊ ഈ ചിന്ത ഉണ്ടാക്കാൻ ഒരു പെയിൻ ഉണ്ട്. അപ്പോ അതിന്റെ 100 ഇരട്ടി ഗുണം കിട്ടും എന്നെങ്കിലും വിചാരിച്ച് അതിങ്ങനെ ചിന്തിച്ചോണ്ടിരുന്നാൽ മതി. ചിന്തിച്ച് അവസാനം ചിന്തിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ചിന്തകളൊക്കെ വരും, വന്നോട്ടെ. എന്നാലും എപ്പോഴെങ്കിലുമൊക്കെ മനസ്സ് ഫ്രീ ആവുമല്ലോ, അന്നേരം ഈ സാധനത്തിന് എടുത്തങ്ങ് കേട്ടു. ദർ ഈസ് എ പോസിറ്റീവ് ഇന്റൻഷൻ. എന്താണ് ചുമ്മാ ഞാൻ ജനറലായിട്ട് പറയരുത്. നമ്മുടെ ആരെങ്കിലും നമുക്ക് നെഗറ്റീവ് വികാരങ്ങൾ ഉണ്ടാക്കുന്ന, ചിന്തകൾ ഉണ്ടാക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും കാരണം വന്നിട്ടുണ്ടെങ്കിൽ അതാദ്യം നമ്മൾ കണ്ടിട്ട് അയാൾ അങ്ങനെ പെരുമാറാൻ എന്തെങ്കിലുമൊക്കെ ഉദ്ദേശം അയാൾക്ക് കാണുമായിരിക്കും. ഇത്രയേ ഉള്ളൂ.
അതിന്റെ ഗുണമെന്ന് അപ്പോൾ ഒന്നും നമുക്ക് കിട്ടണം നിർബന്ധമില്ല. വീണ്ടും ചിന്തിക്കുക, വീണ്ടും ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് അവസാനം ഈ തല അങ്ങ് നിറഞ്ഞു കഴിയുമ്പം മുകളിൽ നിന്ന് ഒരൊറ്റ പ്രസ്സിങ് കൊടുക്കും താഴേക്ക്. സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ചെല്ലും, നമ്മൾ രക്ഷപ്പെട്ടു. പിന്നെ ആരെന്ത് ചെയ്താലും, പ്രത്യേകിച്ച് ആ മനുഷ്യൻ എന്ത് ചെയ്താലും നമ്മൾ എഴുതിത്തള്ളും. ഓ, അയാൾക്ക് ചില ഉദ്ദേശങ്ങളൊക്കെ കാണും. ഇതിന്റെ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും, എന്തായിരിക്കും അയാളുടെ സതുദ്ദേശം? ഒരാളെ കൊല്ലുകയാണെങ്കിൽ എന്താണ് അതിന്റെ സതുദ്ദേശം? ഉദ്ദേശമില്ലാത്ത പാടുപെട്ട ഒരാളെ കൊല്ലേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ? കൊന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾ ജയിലിൽ പോകണം. ചിലപ്പോൾ ഇയാൾക്ക് ഈ കൊലക്കുറ്റം കിട്ടിയെന്ന് വരും. എന്നിട്ടും ആ മനുഷ്യനെ എന്തിനാ കൊല്ലുന്നത്? എന്തെങ്കിലും ഉദ്ദേശം കാണും. ഒന്ന് ആലോചിച്ച് നോക്കി. നമുക്കും പലപ്പോഴും ചിലരെയൊക്കെ തട്ടിക്കളയാൻ തോന്നിട്ടില്ലേ? ദേഷ്യം വന്നു കഴിയുമ്പോൾ ആദ്യം തോന്നുന്നത് അവനെ തട്ടിക്കളയാന്നുണ്ട്. കൊച്ചു കുട്ടികൾ വരെയും പറയുന്നുണ്ട്, നിന്നെ ഞാൻ കൊന്നു കളയെന്ന് പറയുന്നുണ്ട്. അപ്പൊ അവനോട് ചോദിച്ചാൽ മതി, എന്താണ് അതിന്റെ ഉദ്ദേശം? അവനെ ഇല്ലാണ്ടാക്കുക. അവനെ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ എന്റെ പ്രശ്നം തീർന്നു. അവനാണ് ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ പിന്നെ അവനൊക്കെ സന്തോഷമായിട്ട് നടക്കും. അപ്പൊ അവന് സന്തോഷം കിട്ടണമെന്നുണ്ടെങ്കിൽ മറ്റവനെ തട്ടിക്കളയാം. അപ്പൊ ഞാൻ ചുമ്മാ ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഏത് കാര്യത്തിനാണ്, തല്ലുന്നതിനാണെങ്കിലും ചീത്ത പറയുന്നതിനാണെങ്കിലും ബലാത്സംഗം ചെയ്യുന്നതിനാണെങ്കിലും എല്ലാത്തിനും അവർക്ക് ചില സതുദ്ദേശങ്ങളുണ്ട്. അത് നമുക്ക് മനസ്സിലാകിയല്ല. അതാണ് നമ്മുടെ പ്രശ്നം. നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുള്ള പ്രശ്നമല്ല. നമ്മൾ കണ്ണു അടച്ച് ഈ ഒരു പ്രിൻസിപ്പിൾ മനസ്സിലാക്കി വിചാരിച്ചാൽ മതി. എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മളതിന്റെ പിന്നാലെ പോകാൻ പാടില്ല. പിന്നാലെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു മനസ്സമാധാനം കിട്ടത്തില്ല. നല്ല കാര്യത്തിന് പോയിട്ട് നമ്മുടെ മനസ്സമാധാനം പോയിട്ട് നമ്മൾ തിരിച്ചു വരരുത്. അതുകൊണ്ട് ദയവായി ചെയ്തിട്ട് ഇതിന്റെ പിന്നാലെ പോകരുത്. ഇതിന്റെ എന്താണ് സതുദ്ദേശം എന്ന് ചോദിക്കാൻ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. അത് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിന്റെ യാതൊരു ഗുണവും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. അതിന്റെ പിന്നിലുള്ള അതുകൊണ്ടാണല്ലോ എല്ലാ ഗ്രന്ഥങ്ങളും എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ ഒന്നിന്റെ പിന്നാലെ പോകണ്ട, തമ്പുരാൻ കർത്താവ് പറയുന്നത് കേട്ടാൽ മതി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ തമ്പുരാൻ കർത്താവിന്റെ ഒരു 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 ചിന്ത അല്ല തന്നെ ഒരു സെന്റൻസ് ആയിട്ട് വിചാരിച്ചാൽ മതി. വലിയ ബുദ്ധിമുട്ട് വരും. കണ്ണുമടച്ച് ഇങ്ങനെ ഒരു ചിന്തയുണ്ട്. അതൊരു പ്രീ സപ്പോസിഷൻ എന്നാണ് NLP പറയുന്നത്. പ്രധാനപ്പെട്ടത് അപ്രധാനപ്പെട്ട പ്രീ സപ്പോസിഷൻ ഒന്നുമില്ല. എല്ലാം നമുക്കിഷ്ടം പോലെ പ്രീ സപ്പോസിഷൻ ഉണ്ടാക്കാം കേട്ടോ. അതായത് നമ്മൾ പറയാല്ലേ, നീ ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതിന് മുമ്പ് നമ്മൾ പറയും, ചില ബെയിലെടുക്കാന്ന് പറയും, ജാമ്യം എടുക്കാന്ന് പറയും. ഇതൊരു ജാമ്യം. മറ്റുള്ളവരുടെ മോശമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ ഇങ്ങനൊരു ജാമ്യ ചിന്ത മനസ്സിലേക്ക് വരുത്തിയാൽ മതി. അപ്പൊ പിന്നെ കുഴപ്പമില്ല. അപ്പൊ ജനിക്കുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു തിരിച്ചറിവ് വരുമ്പോൾ സംസാരിക്കാൻ തുടങ്ങുന്ന കാലഘട്ടം മുതൽ ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ അങ്ങ് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ തൊടാൻ പറ്റിയില്ല. ആൾക്കാർ നമുക്കെതിരായിട്ടൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, പക്ഷെ നമ്മളെ ഒരിക്കലും സങ്കടപ്പെടുത്താൻ പറ്റിയല്ല, ദേഷ്യപ്പെടുത്താൻ പറ്റിയല്ല, ഒരു റിയാക്ഷൻ നമുക്ക് കാണിയല്ല. ഞാനത് ചെയ്തു എന്ന് പറയും. പിന്നെ അതിന്റെ ഫിസിക്കലായിട്ട് കാര്യങ്ങൾ, ഇപ്പൊ നമ്മുടെ പൈസ ആരെങ്കിലും അടിച്ച് മാറ്റി നോക്കൂട്ട്, ഈ ഒരു ചിന്ത കൊണ്ടുവന്നു കഴിഞ്ഞാൽ അപ്പോഴേ നമുക്ക് ദേഷ്യം വരാതിരിക്കും, അതേ സങ്കടം വരാതിരിക്കും. പിന്നെ പ്രോപ്പറായിട്ടുള്ള ആക്ട് ചെയ്യാൻ പറ്റും. പോലീസ് സ്റ്റേഷനിൽ പോവുകയോ പ്രോപ്പറായിട്ടുള്ള വിറ്റ്നസിങ് പോകാൻ പറ്റുമോ ഒക്കെ ചെയ്യാൻ സാധിക്കും. അപ്പൊ നമ്മളെ നോർമലായിട്ട് നിലനിർത്തും എന്നുള്ള, നമ്മളെ ഒരിക്കലും തളർത്തി കഴിയല്ല. ഇല്ലെങ്കിൽ നമ്മൾ തളർന്നു പോകും. എൻ്റെ ഭർത്താവ് ഇങ്ങനെ ചെയ്തല്ലോ, എൻ്റെ അയൽവക്കംകാരൻ ഇങ്ങനെ ചെയ്തല്ലോ നോക്കണം, നമ്മൾ തളർന്നു പോയി. അപ്പൊ ആ തളർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉയർത്തെഴുന്നേക്കാൻ പറ്റാതെ വരും. അപ്പൊ ഓരോ തളർച്ചയിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റിസോഴ്സ് അല്ലെങ്കിൽ ഒരു സ്ട്രെങ്ത് ആണ് ഈ ചിന്തകൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ചിന്തകളാണ് നമ്മുടെ ബലം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ കൂട്ടുകാരൊക്കെ പറയാറ്, നമ്മുടെ റിലേറ്റീവ്സ്, നമ്മുടെ കൂട്ടുകാരൊക്കെ നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അയാളുടെ ഉള്ളിൽ കിടക്കുന്ന ചിന്തകളാണ്.